നമസ്കാരം. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ ബി.ജെ.പി. ശക്തമായ ചുവടുകളുമായി മുന്നേറുകയാണ്. മുൻപ് എങ്ങും കാണാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് ഒരുപക്ഷേ ഇക്കുറി ബി.ജെ.പി. വളരെ മുമ്പ് തന്നെ കേരളത്തിൽ കാഴ്ചവെച്ച് തുടങ്ങിയിരിക്കുന്നത്. അടുപ്പിച്ചടുപ്പിച്ചുള്ള മോദിയുടെ വരവ് കൂടിയായതോടുകൂടി ബി.ജെ.പി. കേന്ദ്രങ്ങളിൽ ഒന്നാകെ ശക്തി പകർന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഒടുവിലായി പി.സി. ജോർജ് ബി.ജെ.പിയുമായി ചേരുമ്പോൾ അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി നൽകുകയാണ് സമൂഹ മാധ്യമ പ്രവർത്തകരും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും. ഇപ്പോൾ പി.സി. ജോർജിനെ ബി.ജെ.പി. അടുപ്പിക്കുമ്പോൾ അതിനെ രണ്ട് തരത്തിലാണ് നോക്കിക്കാണുന്നത്. ഒന്ന്, പത്തനംതിട്ടയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി മാറാൻ ബി.ജെ.പി. തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ ആദ്യത്തെ കാര്യം. പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ നമുക്കറിയാം, ശബരിമല ഉൾപ്പെട്ട തീർത്ഥാടന കേന്ദ്രം നിലനിൽക്കുന്ന ജില്ലയാണ് പത്തനംതിട്ട. ശബരിമല സമരത്തിൻ്റെ ആ കാലയളവിലൊക്കെ ശക്തനായി നിന്ന ഒരു നേതാവ് തന്നെയായിരുന്നു പൂഞ്ഞാർ എം.എൽ.എ. കൂടിയായി ഇരുന്ന പി.സി. ജോർജ്. അപ്പോൾ പി.സി. ജോർജിന് വലിയ രീതിയിലുള്ള ഒരു ജനസമ്മതി ആ പ്രദേശത്തുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ പി.സി. ജോർജിനെ പോലുള്ള ഒരു നേതാവിന് ചെലുത്താൻ കഴിയുന്ന സ്വാധീനം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും തന്നെ കൃത്യമായി അറിയാം. അതുതന്നെയാണ് ബി.ജെ.പി. ആദ്യമായി ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്കെതിരെ ഏറ്റവും കൂടുതൽ പരാതികൾ നീക്കിയിട്ടുള്ളതും പി.സി. ജോർജിൻ്റെ ഭാഗത്തു നിന്നാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജാണ് ഈ പരാതികൾക്കൊക്കെ പിന്നിൽ ചുക്കാൻ പിടിച്ചത്. അപ്പോൾ കേന്ദ്രം ഒന്നുകൂടി ഈ ഒരു വിധത്തിലൂടെ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. എന്തായാലും ഈ രണ്ട് വലിയ ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പി.സി. ജോർജിനെ ബി.ജെ.പി. പാളയത്തിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇതിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. സംസ്ഥാന നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയിൽ പി.സി. ജോർജിൻ്റെ പേരാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. നടൻ ഉണ്ണി മുകുന്ദനെയും പരിഗണിക്കുന്നുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന സീറ്റിൽ പി.സി. ജോർജ് കടുംപിടുത്തം പിടിക്കുന്നില്ല എന്നൊരു വാർത്തയുമുണ്ട്. എന്നാൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്രത്തിൻ്റെയും ബി.ജെ.പിയുടെയും പിന്തുണ പി.സി. ജോർജും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉറപ്പാക്കിയാണ് പി.സി. ജോർജിൻ്റെ ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റം എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥും നടത്തിയ നീക്കങ്ങളാണ് പി.സി. ജോർജിനെ ബി.ജെ.പിയുമായി ഇപ്പോൾ അടുപ്പിച്ചിരിക്കുന്നത് എന്നും സമൂഹ മാധ്യമങ്ങളൊന്നടങ്കം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവർക്കൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരനും പി.സി. ജോർജിനെ കൊണ്ടുവരുന്നതിനെ അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു എന്നും പറയുന്നുണ്ട്. പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിനോട് അടക്കം നിർബന്ധമില്ലെന്ന നിലപാട് പി.സി. ജോർജും എടുത്തിട്ടുണ്ട്. പി.സി. ജോർജിന് മതിയായ പരിഗണന ബി.ജെ.പി. നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സൂചന. ഇതോടൊപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിനും ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ പദവി കിട്ടിയേക്കും എന്നും സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയുണ്ട്. അങ്ങനെയാണെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് പ്രതിനിധിയെ കിട്ടുകയാണ് ഇതുവഴി. ഇതും വലിയ നേട്ടമായി തന്നെ ബി.ജെ.പി. വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ക്രൈസ്തവ സഭാ നേതാക്കളെയും ബി.ജെ.പിയുമായി അടുപ്പിക്കാൻ പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി മതനേതാക്കൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി മോദിയുമായി പോലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സഭകളുടെ പരിപാടികളിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുകയുമുണ്ടായി. അങ്ങനെ കൂടുതൽ അടുപ്പം സഭയുമായി ഉണ്ടാക്കിയതായും ഇതിനൊപ്പം പി.സി. ജോർജിനെയും ബി.ജെ.പിയിലെത്തിക്കാനുള്ള ആലോചനകൾ അവിടെ നിന്നുമാണ് തുടങ്ങിയത് എന്നുമാണ് ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സാലോജിക്കിൽ വീണ വിജയനെതിരെ പരാതിയുമായി മുന്നോട്ട് പോകുന്നത് പി.സി. ജോർജിൻ്റെ മകൻ കൂടിയായ ഷോൺ ജോർജാണ്. കമ്പനികാര്യ വകുപ്പിന് പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടം നടത്തുകയാണ്. ഈ കേസിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉറച്ച പിന്തുണ ഷോൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുറപ്പാക്കിയാണ് ജനപക്ഷം ബി.ജെ.പിക്കൊപ്പം ലയിച്ചത് എന്നും പറയുന്നുണ്ട്. ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇനിയുള്ള ഇടപെടലുകൾ നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പി.സി. ജോർജിൻ്റെ ഈ ചുവടുമാറ്റം അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്നത് CPM-നെ ആണ്. അതുമാത്രമല്ല, ഈ പി.സി. ജോർജിനും ഒരു പ്രതികാര ബുദ്ധിയുണ്ട്. കാര്യം അദ്ദേഹത്തിനെതിരെ ഇല്ലാ കേസുകൾ നിരവധി തവണ ചുമത്തി ജയിലിലടയ്ക്കാൻ ശ്രമിച്ചതും പിണറായി വിജയൻ സർക്കാരാണ്. 2022 അനന്തപുരി ഹിന്ദു സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം അവിടെ മതവിരുദ്ധ പ്രസ്താവന നടത്തിയെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള കോലാഹലമാണ് ഉണ്ടായത്. അന്ന് തത്വമയി പുറത്തുവിട്ട ചില റീലുകളുടെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ കേസ് ഉണ്ടായത്.
എന്തായാലും പി സി ജോർജ് ബി ജെ പിയിൽ ശക്തമായ ഒരു സാന്നിധ്യമായി നിലനിൽക്കാൻ ഒരുങ്ങുമ്പോൾ അത് ശക്തമായ പ്രതിരോധം ഒരുക്കുന്നത് ഈ പറഞ്ഞതുപോലെ പ്രതിരോധം തീർക്കുന്നത് സി പി എമ്മിനും പിണറായി വിജയനും ഒക്കെ തന്നെയാണ്. നേരത്തെ ജനപക്ഷം അധ്യക്ഷൻ പി സി ജോർജ് തന്നെയാണ് തൻ്റെ പാർട്ടി ബി ജെ പിയിൽ ലയിക്കുമെന്നും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നത്. ബി ജെ പിയിൽ ചേരണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരമെന്നും അതേസമയം ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിൽ ചർച്ചയൊന്നുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ഡൽഹി ചർച്ചയിലും ഈ നിലപാട് തന്നെയാണ് പി സി ജോർജ് എടുത്തിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ പി സി ജോർജ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വാശികളൊന്നുമില്ല എന്നാണ് പി സി ജോർജ് ഇപ്പോൾ പറയുന്നത്. പി സി ജോർജ് ബി ജെ പിയിൽ ചേരുന്നതോടെ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വൻ മാറ്റം വരുമെന്നാണ് പി സി ജോർജ് അനുകൂലികൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, പി സി ജോർജ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ച മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട. പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുണ്ടെന്നുള്ളതും ബി ജെ പിക്ക് വൻ പ്രതീക്ഷയാണ് നൽകുന്നത്. വൻതോതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വോട്ട് ഉയർത്താനാണ് ബി ജെ പി ഇപ്പോൾ ഈയൊരു അവസരത്തിൽ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.